നമസ്കാരം, എല്ലാവർക്കും PSC ടോപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ 13ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. സാമൂഹ്യ സംഘങ്ങളും സാമൂഹ്യ നിയന്ത്രണവും എന്നതാണ് ചാപ്റ്ററിൻ്റെ പേര്. കൂടുതലായിട്ടും സമൂഹവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അതുപോലെ നമ്മൾ മറ്റ് വീഡിയോകളിൽ ബാക്കി എല്ലാ ക്ലാസ്സുകളിലെയും സോഷ്യൽ സയൻസിൻ്റെ എല്ലാ വീഡിയോസും നമ്മൾ ഇട്ടിട്ടുണ്ട്. എല്ലാ ചാപ്റ്റേഴ്സും ചാപ്റ്റർ വൈസ് ആയിട്ടാണ് നമ്മൾ വീഡിയോസ് ഇട്ടേക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും കണ്ടു നോക്കുക. അതുപോലെ അക്കാഡമിയിൽ നമ്മുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഇനി വരുന്ന 12th ലെവൽ മെയിൻസ്, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ മെയിൻസ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് സിലബസ് വൈസ് ആവശ്യമാണെങ്കിൽ മറക്കാതെ തന്നെ നിഗ്ലാട്ട് എന്ന് പറഞ്ഞ ഈ പറയുന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യാം. അതുപോലെ അക്കാഡമി പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. നമുക്ക് ഡെയിലി 3 ക്ലാസ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. രാവിലെ 11:30-ക്കുണ്ട്, വൈകിട്ട് 4 മണിക്കുണ്ട്, രാത്രി 7:30-ക്കുണ്ട്. ഇപ്പോഴാണെങ്കിൽ അക്കാഡമിക് കോമ്പാക്റ്റ് അവൈലബിൾ ആണ്. നമുക്ക് ഫെബ്രുവരി 20-ന് 12 PM മലയാളം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. 50 ക്വസ്റ്റ്യൻസ് 60 മിനിറ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ബാച്ച് കോഴ്സുകളാണെങ്കിൽ പുതിയത് ദൗത്യം, അറിവ്, ഇതൊക്കെ ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയുള്ള ബാച്ച് കോഴ്സുകളാണ്. അറിവാണെങ്കിൽ SCERT ബേസ് ചെയ്തിട്ടുള്ള ബാച്ച് കോഴ്സാണ്. അതുപോലെ ദൗത്യം ഉയരെയുണ്ട്. ഉയരെയാണെങ്കിൽ KS എക്സാമിൻ്റെ പ്രിലിംസ്&മെയിൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. അതുപോലെ നമുക്ക് ആരംഭം, അറിവ്, ഇതെല്ലാം പുതിയ കോഴ്സുകളാണ്. ജേതാവാണെങ്കിൽ ബിവറേജ് കോർപ്പറേഷൻ LD എക്സാമിന് വേണ്ടിയുള്ളതാണ്. ദിശ നമുക്ക് 30 ദിവസം റിവിഷൻ ബാച്ച് കോഴ്സ് CEO CPO എക്സാമിന് വേണ്ടിയുള്ളതാണ്. ടെസ്റ്റ് സീരീസ് ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പോഴാണെങ്കിൽ 12th ലെവൽ പ്ലസ് ടെസ്റ്റ് ഉണ്ട്. ഫെബ്രുവരി 22-ന് CEOയുടെ ടെസ്റ്റാണ്. 6 PM തൊട്ട് 7:30 PM വരെയാണ്. അതുപോലെ തന്നെ നമുക്ക് അക്കാഡമി പ്ലസിൻ്റെ ഫീച്ചേഴ്സ് ആണെങ്കിൽ കംപ്ലീറ്റ് എക്സാം പ്രിപ്പറേഷൻ, റെഗുലർ ഡൗട്ട് ക്ലിയർ സെഷൻസ്, ഫ്രീ ടെസ്റ്റ് സീരീസ്, വീക്കിലി ഫ്രീ മോക്ക് ടെസ്റ്റ്, സിലബസിൻ്റെ ഫുൾ കവറേജ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഇപ്പോൾ പേയ്മെൻറ്റ് വരുന്നത്, നമുക്കിപ്പോൾ ഓഫർ ഫെബ്രുവരി 19 വരെയാണ് വരുന്നത്. ഫെബ്രുവരി 19 വരെയാണ്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് അൺലിമിറ്റഡ് PDF നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് അക്കാഡമിയുടെ ഫീച്ചേഴ്സ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ 13ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ കൂടുതലും ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ബേസിക്കായിട്ട് കുറേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറേ കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ഒരു സമൂഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ജസ്റ്റ് ഒരു സമൂഹം എന്താണ് അതിനെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളപ്പോൾ ഇതൊന്നും ഒരു PSC ഉദ്യോഗാർത്ഥി ഇതൊന്നും വായിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ ക്ലബിനെ കുറിച്ചും, അതായത് ഓരോ ക്ലബിൽ, അതായത് ഒരു സമൂഹത്തിൻ്റെ കൂട്ടായ്മ, അല്ലെ, ഒരു സമൂഹം എന്ന് വെച്ചാൽ ഒരു കൂട്ടായ്മയാണ്. അതിനുള്ള എക്സാമ്പിളാണ് ക്ലബ്ബ്. അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി. ഇനി എന്താണ് സാമൂഹിക സംഘം അഥവാ സോഷ്യൽ ഗ്രൂപ്പ്? സാമൂഹ്യ സംഘം അഥവാ സോഷ്യൽ ഗ്രൂപ്പ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് സാമൂഹ്യ സംഘങ്ങൾ. അതായത് സാമൂഹ്യ സംഘങ്ങൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഡെഫിനിഷൻ അറിഞ്ഞു വയ്ക്കുക. നേരിട്ടോ അല്ലാതെയോ ആശയവിനിമയം നടത്തുകയും ചില ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന 2 അതിലധികമോ വ്യക്തികൾ ഒത്തുചേരുമ്പോഴാണ് ഒരു സാമൂഹ്യ സംഘം ഉണ്ടാകുന്നത്. എന്താണ് സാമൂഹ്യ സംഘം എന്ന് വെച്ചാൽ? നേരിട്ടോ അല്ലാതെയോ ആശയവിനിമയം നടത്തുകയും ചില ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന 2 അതിലധികമോ വ്യക്തികൾ ചേരുമ്പോഴാണ് ഒരു സാമൂഹ്യ സംഘം ഉണ്ടാകുന്നത്. അതൊന്ന് അറിഞ്ഞു വയ്ക്കാം. എക്സാമ്പിൾ ഇവിടെ 2 എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ടല്ലേ. അതായത് ഇവിടെ ഈ പറയുന്ന ഒരു കുടുംബം കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന വ്യക്തികളെ കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 2 സംഘങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ചിത്രം നമുക്ക് ഒന്നിൽ കാണിച്ചിരിക്കുന്ന ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ പ്രത്യേകത, അവർക്ക് പരസ്പരം അറിയില്ല. പല ലൊക്കേഷനിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും അല്ലേ. അതുപോലെ പരസ്പരം ആശയവിനിമയവുമില്ല. എന്നാൽ നമുക്ക് കുടുംബമാണെങ്കിൽ അറിയാം, പരസ്പരം അറിയാം. അതുപോലെ തന്നെ ആശയവിനിമയമുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വയ്ക്കുക കേട്ടോ. ഓക്കെ. ഇനി അതുപോലെ തന്നെ എന്താണ് സാമൂഹിക സഞ്ചയം, സോഷ്യൽ അഗ്രിഗേറ്റ് എന്ന് അറിഞ്ഞു വയ്ക്കുക. അതായത് നമുക്കറിയാം, സിനിമാ തിയേറ്ററിലോ അതുപോലെ സ്റ്റേഡിയത്തിലോ കാഴ്ച കാണാനിരിക്കുന്നവരും ഒരു പ്രത്യേകതരം ഒരു കൂട്ടമാണെന്ന് പറയാം. എന്നാൽ അവർ തമ്മിൽ അധികം ബന്ധമൊന്നുമില്ല അല്ലേ. ഓൾമോസ്റ്റ് ഒരു കുറച്ച് ആൾക്കാർ തമ്മിൽ പരസ്പരം അറിയാവുന്ന ഒരു സിറ്റുവേഷനുള്ളൂ. ബാക്കിയുള്ളവർ തമ്മിലൊരു ബന്ധമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കൂട്ടത്തെയാണ് സാമൂഹിക സഞ്ചയം അഥവാ സോഷ്യൽ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. അത് തന്നെ ക്വാസി ഗ്രൂപ്പ്സ് എന്നും അറിയപ്പെടാറുണ്ട്, അർത്ഥ സംഘങ്ങൾ എന്നും അറിയപ്പെടാറുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒരു അർത്ഥസംഘം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമില്ലാത്തതുകൊണ്ട് അർത്ഥസംഘം അഥവാ ക്വാസി ഗ്രൂപ്പ്സ് എന്നറിയപ്പെടുന്നു. ഇനി കുടുംബം ഒരു സാമൂഹ്യ സംഘമാണ്. കാരണം അവർ തമ്മിൽ അറിയാം, അവർ തമ്മിൽ ആശയവിനിമയമുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രധാന ഡെഫിനിഷൻ വരുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞു, സാമൂഹിക സംഘം എന്ന് വെച്ചാൽ നേരിട്ടോ അല്ലാതെയോ ആശയവിനിമയം നടത്തുകയും ചില പ്രത്യേക ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന 2 അതിലധികമോ വ്യക്തികൾ ഒത്തുചേരുമ്പോഴാണ് സാമൂഹിക സംഘം ഉണ്ടാകുന്നത്. ഒരു പ്രത്യേക ലക്ഷ്യത്തെ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്നവരായിരിക്കണം അല്ലെ. ആശയവിനിമയം ഉണ്ടായിരിക്കണം. അതാണ് സാമൂഹ്യ സംഘത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ കുടുംബം ഒരു സാമൂഹ്യ സംഘമാണ്. എന്നാൽ അത് ചെറിയ സംഘമാണ് അല്ലേ. അത് പരിചിതരാണ്, പൊതുവായ ചില പ്രവർത്തന രീതികളാണ്. അതുപോലെ അംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു, വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ.
അതുപോലെ തന്നെ വ്യക്തികളുടെ പ്രാഥമികവും അല്ലാതെയുമുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ പല സാമൂഹ്യ സംഘങ്ങളുണ്ട്. അതിനുള്ള എക്സാമ്പിളാണ് ഈ പറയുന്ന സ്കൂള് ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ കുടുംബശ്രീ പോലുള്ള ഓരോ ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ സ്കൂള്, കുടുംബശ്രീയൊക്കെ ഈ പറയുന്ന സാമൂഹ്യ സംഘത്തിനുള്ള എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഈ ചിത്രം 1 കാണിച്ചിരിക്കുന്ന സ്കൂളാണെങ്കിൽ അത് സമപ്രായക്കാരുടെ സംഘമാണ്. അനൗപചാരിക ബന്ധമാണ് അല്ലേ, പ്രത്യേകിച്ച് ഒരു ഔപചാരികമല്ല, അനൗപചാരിക ബന്ധമാണ്. എന്നാൽ രണ്ടാമത് അവിടെ ഒരു കുടുംബശ്രീയുടെ മീറ്റിംഗ് ആണ് കാണിക്കുന്നത്. അത് പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സംഘമാണ്. ഔപചാരിക ബന്ധമാണ് അല്ലേ, ഔപചാരിക ബന്ധമാണ്. അതൊന്ന് അറിഞ്ഞു വെക്കുക. അതാണ് 2 ടൈപ്പ് സാമൂഹ്യ സംഘങ്ങൾ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അതൊന്ന് അറിഞ്ഞു വെക്കുക. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന അംഗബലം, അംഗങ്ങളുടെ പരസ്പര ബന്ധം, പ്രവർത്തന മാർഗങ്ങൾ, നിർവഹണ ശ്രമങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി നമുക്ക് സാമൂഹ്യ സംഘത്തെ 2 തരംതിരിക്കാം. പ്രാഥമിക സംഘം, ദ്വിതീയ സംഘം എന്ന് തരംതിരിക്കാം. അപ്പോൾ പ്രാഥമിക സംഘം, ദ്വിതീയ സംഘം ഓർത്തു വയ്ക്കുക. അതെന്താണ്? നമ്മുടെ അംഗങ്ങളുടെ അംഗബലം, അംഗങ്ങളുടെ പരസ്പര ബന്ധം, പ്രവർത്തന മാർഗങ്ങൾ, നിർവഹണ ശ്രമങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് പ്രാഥമിക സംഘം, ദ്വിതീയ സംഘം എന്ന് തരംതിരിക്കുന്നത്. എന്താണ് പ്രാഥമിക സംഘം അഥവാ പ്രൈമറി ഗ്രൂപ്പ്? അടുത്ത ബന്ധം വെച്ചു പുലർത്തുന്നവരും മുഖാമുഖം ആശയവിനിമയം നടത്തുന്നവരും പരസ്പരം സഹകരിക്കുന്നവരുമായ മനുഷ്യരുടെ ചെറു സംഘമാണ് പ്രാഥമിക സംഘം. അതാണ് അടുത്ത ബന്ധം വെച്ചു പുലർത്തുന്നവരും മുഖാമുഖം ആശയവിനിമയം നടത്തുന്നവരും പരസ്പരം സഹകരിക്കുന്നവരുമായ മനുഷ്യരുടെ ഒരു ചെറു സംഘത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രാഥമിക സംഘം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സവിശേഷത എന്തായിരിക്കും? അവരുടെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം അറിയാം. അതുപോലെ അംഗങ്ങൾക്കിടയിൽ ആത്മബന്ധമുണ്ട്, നിരന്തരമായ ആശയവിനിമയമുണ്ട്, അംഗങ്ങളുടെ ക്ഷേമമാണ് ലക്ഷ്യം, അംഗങ്ങൾ പരസ്പരം സഹകരിക്കുന്നു. ഇതെല്ലാം ഈ ഒരു പ്രാഥമിക സംഘത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതകളാണെന്ന് പറയാം. അതിനുള്ള എക്സാമ്പിൾ ആണെങ്കിൽ അത് കുടുംബമാണ് അല്ലേ. അടുത്തത് ദ്വിതീയ സംഘം. അപ്പോൾ ദ്വിതീയ സംഘം അഥവാ സെക്കൻഡറി ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിൽ അംഗങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും. അംഗങ്ങൾക്കിടയിൽ ഔപചാരികമായ ബന്ധമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവർ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് ഈ ഒരു സംഘങ്ങൾ രൂപീകരിക്കുന്നത്. വ്യക്തിപരമായ പ്രയോജനമാണ് ഈ സംഘങ്ങളിലെ അംഗത്വത്തിൻ്റെ അടിസ്ഥാനം. അതൊക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കുക. അതുപോലെ ഈ ദ്വിതീയ സംഘങ്ങൾ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതോടെ ഇല്ലാതാകുന്നു. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. എക്സാമ്പിളാണ് ക്ലബ്ബുകൾ, ഫുട്ബോൾ ടീം. അതൊക്കെ എന്താണ്? ദ്വിതീയ സംഘത്തിനുള്ള എക്സാമ്പിളാണ്. അപ്പോൾ ദ്വിതീയ സംഘത്തിൽ അംഗങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും. അംഗങ്ങൾക്കിടയിൽ ഔപചാരിക ബന്ധമാണ് ഉണ്ടായിരിക്കുന്നത്. അംഗങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സംഘങ്ങൾ രൂപീകരിക്കുന്നത്. ഇനി ദ്വിതീയ സംഘമാണെങ്കിൽ അതിൻ്റെ പ്രയോജനങ്ങൾ: കൂട്ടായ്മ വളർത്തുന്നു, പെരുമാറ്റശീലങ്ങൾ പരിശീലിപ്പിക്കുന്നു, സഹവർത്തിത്വം വളർത്തുന്നു, സാമൂഹ്യ മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നു, പരസ്പര സഹകരണം ഉറപ്പുവരുത്തുന്നു. ഇതെല്ലാം ദ്വിതീയ സംഘത്തിൻ്റെ പ്രയോജനങ്ങളാണ്. കൂട്ടായ്മ വളർത്തുന്നു, പെരുമാറ്റശീലങ്ങൾ പരിശീലിപ്പിക്കുന്നു, സഹവർത്തിത്വം വളർത്തുന്നു, സാമൂഹ്യ മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നു, പരസ്പര സഹകരണം ഉറപ്പുവരുത്തുന്നു. ഇതെല്ലാം എന്താണ്? ഈ ദ്വിതീയ സംഘത്തിൻ്റെ പ്രധാന പ്രയോജനങ്ങളാണെന്ന് അറിഞ്ഞു വയ്ക്കാം. ഓക്കെ, അത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ഇനി എന്താണ് സാമൂഹ്യ നിയന്ത്രണം? നമുക്കറിയാം, സ്വസ്ഥപൂർണമായ ചുറ്റുപാട് ഉറപ്പുവരുത്താനും നിലനിർത്താനുമായി ഓരോ സാമൂഹ്യ സംഘവും അംഗങ്ങളുടെ മേൽ ഏർപ്പെടുത്തുന്ന സമ്മർദ്ദങ്ങളെയും ഇടപെടലുകളെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്, സാമൂഹ്യ നിയന്ത്രണം. അതെന്താണ് ലക്ഷ്യം? സ്വസ്ഥപൂർണമായ ചുറ്റുപാട് ഉറപ്പുവരുത്താനും നിലനിർത്താനും വേണ്ടിയാണ് സാമൂഹ്യ സംഘം ഓരോ അംഗങ്ങളുടെ മേൽ ഏർപ്പെടുത്തുന്ന സമ്മർദ്ദങ്ങളാണ്. അതിൻ്റെ സവിശേഷതകൾ: സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ സവിശേഷതയാണെങ്കിൽ ഓരോ സമൂഹത്തിലും പൊതുവെ അംഗീകരിക്കപ്പെട്ട ചില പെരുമാറ്റ രീതികൾ അല്ലെങ്കിൽ ചില നിയമങ്ങൾ എന്ന് പറയാം. അപ്പോൾ പെരുമാറ്റ നിയന്ത്രണത്തിനും സാമൂഹീകരണത്തിനും ഉചിതമായ സാമൂഹ്യ സ്ഥാപനങ്ങൾക്ക് സമൂഹം രൂപം നൽകുന്നു. കുടുംബം, മതം, വിദ്യാലയം, സാമ്പത്തിക രാഷ്ട്രീയ സ്ഥാപനങ്ങൾ ഇവയെല്ലാം സാമൂഹ്യ സ്ഥാപനങ്ങളാണ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അതാണ് സാമൂഹ്യ നിയന്ത്രണം നടത്തുന്നത്. കുടുംബം, മതം, വിദ്യാലയം, സാമ്പത്തിക രാഷ്ട്രീയ സ്ഥാപനങ്ങൾ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? പോലീസ്, കോടതി, ജയിൽ, പട്ടാളം തുടങ്ങിയ സംവിധാനങ്ങൾ സാമൂഹ്യ നിയന്ത്രണം ഔപചാരികമായി നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ നിർവഹിക്കുന്നു എന്ന് പറയാം. അതുപോലെ ഈ സാമൂഹ്യ നിയന്ത്രണത്തിന് വിധേയരാകാത്തവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയോ അത്തരം പെരുമാറ്റങ്ങൾ ഇല്ലാതാക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാനുള്ള സ്ഥാപനങ്ങളും സംവിധാനങ്ങളും സമൂഹത്തിൽ ഉണ്ടായിരിക്കും. അതിനുള്ള എക്സാമ്പിളാണ് പോലീസ്, കോടതി, ജയിൽ, പട്ടാളം ഒക്കെ അല്ലേ. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. ഇനി എങ്ങനെയാണ് സാമൂഹ്യ നിയന്ത്രണം നടത്തുന്നത്?
പോലീസിൻ്റെ കാര്യം പറയാം, നമുക്ക് ട്രാഫിക് പോലീസ് അല്ലേ. അപ്പോൾ ഈ റോഡ് നിയമങ്ങൾ നിയമലംഘനം തടയാൻ വേണ്ടിയാണ് ട്രാഫിക് പോലീസ്. അതുപോലെ തന്നെ എന്താണ്, കുറ്റകൃത്യം നടത്തുന്നവരെ കൈകാര്യം ചെയ്യാനാണ് പോലീസ്. അവരെ കോടതിയിൽ ഹാജരാക്കുന്നു, അങ്ങനെ ശിക്ഷ വിധിക്കുന്നു. അതൊക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കുക. അതുപോലെ തന്നെ ജയിൽ, ശിക്ഷ നടപ്പിലാക്കാനുള്ള സർക്കാർ സ്ഥാപനമാണ് ജയിൽ, അത് നിങ്ങൾക്കറിയാം, അതൊന്ന് ഓർത്തു വയ്ക്കുക. പിന്നെ എന്താണ്, ഈ പറയുന്ന വിവിധ തരത്തിലുള്ള പുനരധിവാസ കേന്ദ്രങ്ങൾ കുട്ടികളെ ശരിയായ രീതിയിലേക്ക് മാറ്റുന്നു, കുറ്റകൃത്യമൊക്കെ നടത്തുന്നത്, അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. അങ്ങനെ പല രീതിയിലാണ് ഈ പറയുന്ന സാമൂഹ്യ നിയന്ത്രണം നടത്തുന്നത്, അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള സാമൂഹ്യ നിയന്ത്രണത്തിനാണെങ്കിൽ അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണമുണ്ട്, ഔപചാരിക സാമൂഹ്യ നിയന്ത്രണങ്ങളുണ്ട്. അപ്പോൾ അനൗപചാരികമാണെങ്കിൽ കുടുംബം, മതം, സമപ്രായക്കാരുടെ സംഗമൊക്കെയാണ്. ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൽ വരുന്നതാണ് പോലീസ്, പട്ടാളം, കോടതി, ജയിൽ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ആണ്, അതായത് അതൊന്ന് അറിഞ്ഞു വയ്ക്കുക കേട്ടോ. അതായത് നമുക്കറിയാം അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണമാണെങ്കിൽ അവിടെ പ്രത്യേകത എന്താണ്, ആചാരങ്ങൾ, നാട്ടുനടപ്പുകൾ, വിശ്വാസങ്ങൾ, പാരമ്പര്യങ്ങൾ തുടങ്ങിയ അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ മാർഗങ്ങളാണ്. എന്നാൽ ഇവ ലംഘിക്കുമ്പോൾ ഇങ്ങനെ ഔപചാരികമായിട്ട് ശിക്ഷ ലഭിക്കുന്നില്ല, അതാണ് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണം അഥവാ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം അഥവാ ഫോർമൽ സോഷ്യൽ കൺട്രോൾ ആണെങ്കിൽ അതാണ് പോലീസ്, കോടതി, ജയിൽ എന്നീ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ പറയുന്ന ശിക്ഷകളൊക്കെ കൊടുക്കുന്നത്, അതൊന്ന് അറിഞ്ഞു വയ്ക്കുക കേട്ടോ. ഇനി അതുപോലെ സമൂഹത്തിലെ ഭൂരിപക്ഷം അംഗീകരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന മൂല്യങ്ങളും നാട്ടാചാരങ്ങളും സദാചാര വ്യവസ്ഥകളും നിയമങ്ങളും ലംഘിക്കുന്ന പെരുമാറ്റത്തെ സാമൂഹ്യ വ്യതിയാനം എന്ന് പറയുന്നു, അതൊന്ന് അറിഞ്ഞു വയ്ക്കാം. വൻതോതിൽ സാമൂഹ്യ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന വിധം സാമൂഹ്യ ശിഥിലീകരണം, സോഷ്യൽ ഡിസോർഗനൈസേഷൻ ഉണ്ടാകുന്നു. ഇത് രണ്ടും അറിഞ്ഞു വെക്കണം. എന്താണ് സോഷ്യൽ ഡീവിയൻസ് എന്ന് പറയുന്നത്? സാമൂഹ്യ വ്യതിയാനമാണ്. സമൂഹത്തിലെ ഭൂരിപക്ഷം ആൾക്കാർ പിന്തുടരുന്ന മൂല്യങ്ങൾ, നാട്ടാചാരങ്ങൾ, സദാചാര വ്യവസ്ഥകൾ, നിയമങ്ങൾ, ഇതൊക്കെ ലംഘിക്കുന്ന ആ ഒരു പെരുമാറ്റത്തെയാണ് സാമൂഹ്യ വ്യതിയാനം എന്ന് പറയുന്നത്. അപ്പോൾ വൻതോതിൽ ഈ സാമൂഹ്യ വ്യതിയാനം ഉണ്ടാകുമ്പോൾ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന വിധം സാമൂഹ്യ ശിഥിലീകരണം ഉണ്ടാകുന്നു, അതും ഒന്ന് അറിഞ്ഞു വയ്ക്കുക. നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി ഇവിടെ കാണിച്ചിട്ടുണ്ട്. സാമൂഹ്യ സംഘങ്ങളുണ്ട്, പ്രാഥമിക സംഘമുണ്ട്, ദ്വിതീയ സംഘമുണ്ട്. അത് പ്രാഥമിക സംഘങ്ങളിൽ കൂടുതലും അനൗപചാരിക നിയന്ത്രണമാണ്, ദ്വിതീയ സംഘങ്ങളിൽ കൂടുതലും ഔപചാരിക നിയന്ത്രണമാണ്. അപ്പോൾ അനൗപചാരിക നിയന്ത്രണത്തിൽ കാണിക്കുന്നത് ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുനടപ്പുകളാണ്. ഔപചാരിക നിയന്ത്രണമാണെങ്കിൽ നിയമം, പോലീസ്, വിദ്യാഭ്യാസം, കോടതി, ജയിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിലൊന്ന് പറഞ്ഞു പോകുന്നത്. ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് വരുന്നത്. കുറച്ച് ഡെഫിനേഷൻ, ഒരു 5-6 ഡെഫിനേഷൻ മാത്രമേ പഠിച്ചു വെക്കാനുള്ളൂ. വളരെ ഈസിയാണ് അല്ലേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻസ് PSC ചോദിക്കാറുണ്ട്. അവിടെ നോട്ട് ചെയ്ത് വെക്കുക, അതുപോലെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക് യു.